വൈകിട്ട് 7 മണിക്ക് മിക്കുവിന് ആട്ടുമാമയെ കാണണമെന്നും പറഞ്ഞ് ഒരേ ബഹളം കേട്ടോ. എന്നാൽ പിന്നെ കാണിച്ച് കളയാമെന്ന് കരുതി കൊണ്ടുവന്നപ്പോൾ പിന്നെ ദേ ഇതാ അവസ്ഥ. നമ്മുടെ അപ്പൂസ് നമ്മുടെ ഇതാട്ടോ നമ്മുടെ ആട്ടുംകുട്ടൻ അപ്പൂസ് എന്നാട്ടോ പേര്. അപ്പൂസ് ദേ ഇവനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണേ. അപ്പൂസിന് മിക്കുവിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിക്കുവിനും നമ്മുടെ ആട്ടുംകുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആട്ടുംകുട്ടൻ കൂട്ടിൽ നിന്നൊക്കെ ചാടിപ്പോവാണെങ്കിൽ മിക്കു കിടന്ന് കുരയ്ക്കും, കയറിപ്പോടിയാകത്തെന്നും പറഞ്ഞിട്ട്. നമ്മുടെ അപ്പൂസ് ഇതേ അത്ഭുതത്തോടെ ക്യാമറക്കിട്ട് നോക്കുവാണേ. പിന്നെ ഞാൻ അത് മിക്കുവിനെ എടുത്തു പിടിച്ചു. അവിടെ അപ്പോൾ കറക്റ്റായിട്ട് കാണാമല്ലോ, അതുകൊണ്ട് ദേ മിക്കുവിനെ ആയിട്ട് ഞാൻ ഇപ്പുറത്തെ വശത്തേക്ക് വന്ന് ഇവിടെ ദേ മിക്കുവും ആട്ടുമാമയും ദേ കണ്ണി നോക്കി നിൽക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ. നമ്മുടെ ആടമ്മേൻ്റെ അപ്പുറത്ത് നിന്ന് മിക്കുവിനെ നോക്കുന്നുണ്ട് കേട്ടോ, ഇവരെന്നായി കാണിക്കുന്നതെന്ന് ഓർത്തിട്ട്. മിക്കു ആടമ്മയോട് പറയും ഇങ്ങോട്ട് മാറി നിൽക്കുക, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ ദേ നമ്മുടെ ആടമ്മ അപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. ആടമ്മയ്ക്കും ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ മിക്കുവിനെ. നേരെ സന്ധ്യയുടെ ഇനി വീട്ടിൽ പൊക്കോന്ന് ആടമ്മ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്ത് ദേ മിക്കുവിനൊരു ചൂല് കിട്ടി. ആ ചൂലുമായിട്ടോ ഇനി ഗുസ്തി. ഇവനവിടെ എല്ലാം അടിച്ചു വരാൻ പോകാമെന്നാണ് തോന്നുന്നത്. ആ ചൂല് പിടിച്ചോണ്ട് ഇനി ഓട്ടമാണ്. എന്ത് ചെയ്താൽ താഴെ വെക്കത്തില്ല കേട്ടോ, പറഞ്ഞിട്ടൊന്നും ഇവൻ കേൾക്കത്തില്ലേ. അത് ചൂലും പിടിച്ച് കടിച്ചു പിടിച്ചോണ്ട് നടക്കുക. ദേ അപ്പോൾ ആണ്ട് അവിടെ ഒരു ഓല വീണ് കിടപ്പുണ്ട്. പക്ഷേ മിക്കു പേടിച്ചു പോയി കേട്ടോ. അവൻ വിചാരിച്ചത് വേറെന്താന്നാണേ. ഭയങ്കര പേടിച്ചു തൂറിയാട്ടോ. പേടിയാണ് താനും, പക്ഷെ പുള്ളിക്കാർക്ക് എടുക്കുകയും വേണേ. എന്നിട്ട് പിന്നെ എന്താ ആ ചൂലിൻ്റെ പുറകെ പോയി, പിന്നെയും പേടിച്ചു പോയി, പിന്നെ എന്താ തിരിച്ചു വരും കേട്ടോ.